ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വയനാട്ടിൽ വെടിപൊട്ടിയോ? വയനാട്ടിൽ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ പോലീസും തണ്ടർബോൾട്ടും ശക്തമാക്കിയെന്നാണ് ഇന്നത്തെ പ്രധാന വാർത്ത. വയനാട്ടിലെ വെള്ളമുണ്ടയിൽ ആക്രമണം നടത്തിയത് 8 അംഗ മാവോയിസ്റ്റ് സംഘമെന്നും സ്ഥലത്ത് നിന്ന് മാവോയിസ്റ്റുകളുടേതെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങൾ കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചിരിക്കുന്നു. അതിനിടെ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ പോലീസ് ആദിവാസികളെ പീഡിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കോഴിക്കോട് വയനാട് അതിർത്തിയിലാണ് പോലീസിനു നേരെ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. വയനാട് വെള്ളമുണ്ട കോളനിയിൽ പോലീസിനു നേരെ മാവോയിസ്റ്റുകൾ വെടിവെപ്പ് നടത്തി. പോലീസിനു നേരെ ആക്രമണം നടത്തിയത് 8 അംഗ മാവോയിസ്റ്റ് സംഘമെന്ന് DIG ദിനേന്ദ്ര കാശ്യപ് അറിയിച്ചു. മാവോയിസ്റ്റുകൾ ഉപേക്ഷിച്ച വസ്ത്രങ്ങളും തൊപ്പിയും ബുള്ളറ്റ് കേസുകളും കണ്ടെത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊരു കുറച്ച് തൊപ്പിയും അതെല്ലാം അതിൽ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഫയർ ചെയ്ത റൗണ്ട്സും. Police department has confirmed they are Maoists. അത് ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ. Is there any information that they are still in the forest? Apparently so. Apparently till the time, because they had fought on and they had fired on our party. So we searched for quite a few places. The searches are going on. അതിനിടെ വയനാട്ടിലെ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ പോലീസ് ആദിവാസികളെ പീഡിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സുഹൃത്തിനെ എല്ലാം പിടിച്ച് എല്ലാം കൂടി കോളറൊക്കെ പിടിച്ച് ഇതെല്ലാം ഭീഷണിയായിട്ടെല്ലാം തണ്ടറുള്ള ആൾക്കാരാണ്. എന്തിനാന്ന് ആർക്കറിയാം. അനിയനും പിന്നെ അവിടുത്തെ ബാബുവിനും അവരുടെ എന്തൊക്കെ പറഞ്ഞെന്നല്ല പറഞ്ഞു. കുറ്റിയാടി പക്രന്തളം വനമേഖലയിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്നതായി ആദ്യ വിവരങ്ങൾ ലഭിച്ചു. വെടിവെച്ച് കേട്ടതായി നാട്ടുകാർ റിപ്പോർട്ട് നൽകിയതായി റൂറൽ SP അറിയിച്ചു. എന്നാൽ പിന്നീട് ഇക്കാര്യം പോലീസ് തള്ളിക്കളഞ്ഞു. ന്യൂസ് ഡെസ്ക്. വളരെ പ്രധാനപ്പെട്ട നിയമപ്രശ്നവും ക്രമപ്രശ്നവും മനുഷ്യാവകാശ പ്രശ്നവുമാണ് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലുള്ള മാവോയിസ്റ്റ് ആക്രമണവും നേരിടാൻ സംസ്ഥാന പോലീസ് സജ്ജമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 5 വടക്കൻ ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചതായും ചെന്നിത്തല പറഞ്ഞു. അതേസമയം ഒരു ആദിവാസി പോലും ഇതുവരെയും ഒരു മാവോവാദിയെയും മാവോയിസ്റ്റുകളെയും കണ്ടിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഉയർത്തുന്ന ഏതൊരു വെല്ലുവിളിയെ നേരിടാൻ കേരള പോലീസ് സജ്ജമാണ്. അതിനുള്ള എല്ലാ ശക്തമായ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. കേരള പോലീസ് വളരെ എഫക്റ്റീവായി ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോമ്പിങ്ങും മറ്റ് നടപടികളും സ്വീകരിച്ചു വരുന്നത്. കോമ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത്. ഇപ്പോൾ നമ്മോടൊപ്പം ന്യൂസ് ആൻഡ് വ്യൂസിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് ഡോക്ടർ VG ഹരി, മനുഷ്യാവകാശ പ്രവർത്തകൻ, അതുപോലെ മാധ്യമ പ്രവർത്തകനും വയനാട് രേഖകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ OK ജോണി, അതുപോലെ തന്നെ KT കുഞ്ഞിക്കണ്ണൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ, മുൻ നക്സലൈറ്റ് നേതാവും ഇപ്പോൾ CPM-ന്റെ പ്രമുഖ നേതാവുമായ KT കുഞ്ഞിക്കണ്ണൻ, മാവോയിസത്തിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും എന്ന ഗ്രന്ഥം രചിച്ച ആളാണ് അദ്ദേഹം. ഒപ്പം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് ജോർജ് ജോസഫ്. നമുക്ക് ആദ്യം ജോർജ് ജോസഫിലേക്ക് തന്നെ പോകാം. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ താങ്കൾ കേട്ടതാണല്ലോ ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള കോമ്പിംഗ് ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകളും സംസ്ഥാന ഗവൺമെൻറ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാണ്ടി? ഇത് ഇത്രയും ട്രാൻസ്പാരൻ്റ് അല്ലാതാകുന്നതിന് എന്താണ് കാരണം? അത് നക്സലുകാരുടെ മൂവ്മെൻറ്റ് അത് കുറേയൊക്കെ പോലീസ് രഹസ്യമായിട്ട് വെച്ചേ പറ്റുള്ളൂ. അപ്പം രഹസ്യമായിട്ട് വെച്ച് ഉള്ള ഒരു മൂവ്മെൻ്റ് ആകുമ്പം പത്രക്കാർക്കും അല്ലെങ്കിൽ ചാനലിലോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടാൻ വളരെ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കേരളത്തിലെ കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റലിജൻസിൽ. 2003 ഞാൻ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോരാട്ടം പോലെയുള്ള സംഘടനകൾ അവിടെ അന്ന് വളരെ ആക്റ്റീവായിരുന്നു. അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലെ SMS എന്ന് പറഞ്ഞ 2 ഓഫീസുകൾ, 2 DYSമാർ ഇപ്പം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് വയനാട്, കണ്ണൂർ, കാസർഗോഡിലെ ഒരു DYSPയും പാലക്കാട്, മലപ്പുറം. അപ്പം ഞാൻ അതിലൊരെണ്ണത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദിവാസികളുടെ ഇടയിൽ മാത്രമേ കേരളത്തിലെ ഈ നക്സലുകാർക്ക് ഇപ്പം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ളൂ. അപ്പം അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പൂർണ്ണമായും നമ്മുടെ കോൺഫിഡൻസിലെടുക്കണം. അവരിൽ നിന്ന് നമുക്ക് ഫാക്റ്റ് എലിസിറ്റ് ചെയ്യണം. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ശക്തരായ ഇവരെ നമുക്ക് കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ദിവസങ്ങളായി നമ്മൾ
കോമ്പിങ് നടത്തിയിട്ട് പല സന്ദർഭത്തിൽ തണ്ടർബോൾട്ട് കോമ്പിങ് നടത്തി ഇന്ന് വരെ നമുക്കവരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഒരു കാരണത്തിൽ നോക്കിയാൽ ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫെയിലിയറാണ്. ഈ തണ്ടർബോൾട്ടിൻ്റെ ഉപയോഗം നമ്മൾ കോമ്പിങ് അല്ലെങ്കിൽ എൻകൗണ്ടർ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യേണ്ടതാണ് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. അപ്പോൾ ഈ 4-5 ജില്ലകളിൽ ഇവരുടെ സാന്നിധ്യം ഉണ്ടെന്ന് സംശയിക്കുന്ന വയനാട്, പാലക്കാട്, കണ്ണൂർ, പിന്നെ കാസർഗോഡിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇത്രയും സ്ഥലത്ത് എന്തായാലും വളരെ നിബിഡമായ വനങ്ങളുള്ള സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് കർണാടകയിലോട്ട് ഈസി ആയിട്ട് പോകാൻ പറ്റും, തമിഴ്നാട്ടിലേക്കും പോകാൻ പറ്റും. ജോർജ് ജോസഫ് ഒന്ന് ഇടപെട്ടോട്ടെ. ഈ വെടിവയ്പ് നടന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്ത. 10 റൗണ്ട് വെടിവെച്ചെന്നും 60 റൗണ്ട് വെടിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നിജസ്ഥിതി? ഇത് ആഭ്യന്തര വകുപ്പ് വെളിപ്പെടുത്തേണ്ടതല്ലേ? അതാണ് താങ്കളിൽ നിന്ന് അറിയേണ്ടത്. ഈ രഹസ്യമാക്കി വെക്കുന്നിടത്ത് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നുമില്ല. അത് എത്രമാത്രം വിശ്വസിക്കണം? അത് കാരണം അതിപ്പം വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. കാരണം അത് ആദിവാസി മേഖലയിൽ ഇവർക്ക് ഈ നക്സലുകാർക്ക് ഇൻഫോർമെൻ്റ് ഉണ്ടോ ഇല്ലോ നമുക്കറിയില്ല. ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇത് ട്രാക്ക് ചെയ്ത് ആരെയെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ പോലീസ് ആ കാര്യം വെളിപ്പെടുത്തുകയുള്ളൂ. അതുവരെ എന്തായാലും ക്ഷമിച്ചിരുന്നേ വെക്കുകയുള്ളൂ. പക്ഷേ ഇതുവരെയുള്ള ചാനലിലും പത്രങ്ങളിലും മറ്റുള്ള വിവരങ്ങളിൽ നിന്ന് ഒരു എൻകൗണ്ടർ ഉണ്ടായി എന്ന് പറയുന്നെങ്കിലും അവിടെ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടാകുകയോ അവിടെ ഏതെങ്കിലും മരങ്ങളിലോ ഇതിൻ്റെ വെടിയുണ്ടകൾ തറക്കുകയോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ചാനലുകാരൊക്കെ അവിടങ്ങളിലൊക്കെ പോയി സഞ്ചരിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ലഭിച്ച അവരുടെ ചില തുണികൾ, അവരുടെ ചില ഷൂകൾ, ഇങ്ങനെയുള്ള ചില ആർട്ടിക്കിൾസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ശാസ്ത്രീയമായ എന്തെങ്കിലും കിട്ടുമോ ഇല്ലോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും അവിടെ 8 പേരെ കണ്ടെന്നുള്ളത് ഇത് കുറേ നാളായിട്ട് നമ്മൾ ചാനലിലും പത്രവാർത്തകളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവരെ എന്തുകൊണ്ട് ഇന്ന് വരെ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല? താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ ഈ പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിലുള്ള താങ്കളുടെ പ്രവർത്തനത്തിനിടയിൽ ഇത്തരം നക്സലൈറ്റ് മൂവ്മെൻ്റ് ഒക്കെ 70കളിൽ അവസാനിച്ചതിന് ശേഷം ഈ മാവോയിസ്റ്റ് സംഘം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നമ്മുടെ ആഭ്യന്തരത്തിന് നമ്മുടെ നാടിനെ എത്രമാത്രം ഭീഷണിയാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഇൻഫർമേഷനും ഞാൻ ഇൻ്റലിജൻസ് വർക്ക് ചെയ്ത ഇൻഫർമേഷൻ 2003-2004 കാലഘട്ടങ്ങളിലൊക്കെ എന്തായാലും എറണാകുളം ജില്ലയിൽ മാവോയിസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. എറണാകുളം ജില്ലയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇത് അന്ന് ഞാനൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ അത് പിന്നെ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കേണിച്ചിറ, പനമരം, സുൽത്താൻ ബത്തേരി, വെള്ളമുണ്ട, ബെക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അത് വയനാട് സ്ഥലങ്ങളാണ്. അതുപോലെ അട്ടപ്പാടി പാലക്കാട് ഒരു 2 കോളനി ഉണ്ട് ആദിവാസികൾ. വളരെയധികം ആദിവാസികൾ താമസിക്കുന്ന അവിടെ സുസ്ലോൺ എന്ന് പറഞ്ഞ ഒരു കാറ്റാടി യന്ത്രം സ്ഥാപിച്ച് അവിടെ അത് ആദിവാസി മേഖലയിലെ സ്ഥലങ്ങൾ സുസ്ലോൺ വെട്ടിപ്പിടിച്ചിട്ട് അതിന് CSR അനുസരിച്ച് അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭത്തിൻ്റെ വീതം ആദിവാസി തന്നെ വിനിയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാരും ഇന്ന് വരെ സുസ്ലോണിന് ആ പണം പിടിച്ചെടുത്തിട്ടില്ല, ആദിവാസികൾക്ക് ഒന്നും ചെയ്തിട്ടില്ല. താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ജോർജ് ജോസഫ്. ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണനുണ്ട്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ ചർച്ച മാറ്റിപ്പിടിക്കുകയാണ്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ഇപ്പോൾ ആദിവാസികൾക്കിടയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നു. അതിനെന്താണ് തടസ്സം? അതുപോലെ തന്നെ 70കളിലെ സാഹചര്യമാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? വർഗീസ് അടക്കമുള്ളവർ ആരെയാണ് ഇപ്പോൾ ഇവർ വർഗശത്രുവായി കാണുന്നത്? താങ്കൾക്ക് എന്താണ് താങ്കളുടെ അനുഭവത്തിൽ നിന്നും, പ്രത്യേകിച്ച് താങ്കൾ മാവോയിസത്തിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയാണ്, താങ്കൾ മുൻ നക്സലൈറ്റ് ആണ്, താങ്കൾ സജീവമായി ഈ രംഗത്തുണ്ടായിരുന്ന ആളാണ്, താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പങ്കുവെക്കാനുണ്ടായിരിക്കും. ശ്രീ കുഞ്ഞിക്കണ്ണൻ. കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു അലഞ്ഞു തിരിയുന്ന ഗറില്ലാ സംഘം എന്നൊക്കെ വിളിക്കാവുന്ന 5, 6, 8 പേരുള്ളൊരു സംഘം വയനാട്ടിലും അതുപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും മലപ്പുറം ജില്ലയിലും പാലക്കാടൊക്കെ ആയിട്ട് അലഞ്ഞു തിരിയുന്നുണ്ട്. അത് കേരളത്തിലെ ആദിവാസി സമൂഹം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ജനവിഭാഗത്തിൽ ചെറിയ രീതിയിൽ പോലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഗ്രൂപ്പല്ല. അവർ മാവോയിസ്റ്റുകളുടെ അവരുടെ ദേശീയ തലത്തിലുള്ള ഒരു കോർഡിനേഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അവിടെ ചെന്ന് സായുധ പരിശീലനമൊക്കെ ലഭിച്ച ആളുകളായിരിക്കാം. അവർ ഈ സൗത്ത് സോൺ കമ്മിറ്റി എന്ന് പറയുന്ന പശ്ചിമഘട്ട സംസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ കമ്മിറ്റിയുടെ കീഴിൽ കേരളത്തിൽ
സായുധ സമരം ആരംഭിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സായുധ സമരം എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ട ഗറില്ല ഗ്രൂപ്പ് നടത്തുന്ന ചില പ്രതീതി മാത്ര വെടിവെപ്പുകളോ അല്ലെങ്കിൽ ഈ യൂണിഫോം അടിഞ്ഞ സായുധ സംഘത്തിൻ്റെ യൂണിഫോം അടിഞ്ഞ ചില പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് വയനാട്ടിലെ ഇപ്പോൾ ഈ ചപ്പ കോളനി എന്ന് പറയുന്നത് ആകെ 4 വീടുള്ളൊരു കോളനിയാണ്. ഇത്തരം മേഖലകളിലൊക്കെ അവർ ചെന്നിട്ട് ആളുകളോട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവിടുത്തെ അവസ്ഥയൊക്കെ അന്വേഷിച്ചിട്ട് അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഞങ്ങൾ ഇന്നത്തെ കോളനിയിലൊക്കെ ബഹുജന പ്രവർത്തനം നടത്തിയെന്ന് റിപ്പോർട്ട് വരുത്തുക എന്നല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന ഒരു പ്രവർത്തനം ഈ ഗ്രൂപ്പിന് സാധ്യമല്ല. കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ഇവർ പറയുന്ന രീതിയിലുള്ള ഒരു ജനകീയ യുദ്ധ വിപ്ലവ തന്ത്രത്തിന് പറ്റിയതല്ല. കാരണം ഇവിടുത്തെ ജീവിത ബന്ധങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഫ്യൂഡൽ ഉൽപാദന ബന്ധങ്ങളും അതിനു മുമ്പുള്ള ഗോത്ര വ്യവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഭാഗങ്ങളിലാണ്. അവിടുത്തെ തീക്ഷ്ണമായ ഗോത്ര അടിച്ചമർത്തലും ചൂഷണത്തിനുമൊക്കെതിരായിട്ട് പ്രതിരോധമുയർത്തുന്നത് വൻകിട ജന്മിമാർക്കും കോൺട്രാക്ടർമാർക്കൊക്കെ എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മാവോയിസ്റ്റുകൾ അവർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം. കേരളത്തിൽ സംഘടിതമായ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെ ചരിത്രപരമായി കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനസമൂഹങ്ങളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ആ സാമൂഹിക വിഭാഗങ്ങൾക്ക് ഉണ്ടാക്കിക്കൊടുത്ത ഒരു ചരിത്ര പശ്ചാത്തലം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ പെറ്റിപുഷ തലത്തിലുള്ള കാൽപ്പനിക സ്വപ്നങ്ങളുള്ള ചില ആളുകളുടെ ഒരു സംഘം എന്നതിനപ്പുറത്ത് ഒരു സാമൂഹ്യ ജനവിഭാഗങ്ങൾക്കിടയിലും അവർക്ക് ഒരു വേരൂട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ നക്സലൈറ്റുകളെ കുറിച്ചും മധ്യവർഗ ബുദ്ധിജീവികളുടെയും അരാജകവാദികളുടെയും കൂട്ടായ്മ മാത്രമായിരുന്നു കേരളത്തിലെ നക്സൽ പ്രസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വം കൂടിയാണ്. താങ്കൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? ശ്രീ കുഞ്ഞിക്കണ്ണൻ, നക്സലൈറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താങ്കളുടെ നിലപാട്, ആ നിലപാടിൽ ഇപ്പോഴും താങ്കൾ തുടരുകയാണ്. താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലെന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചു വരാം. ഇപ്പോൾ ഡോക്ടർ VG ഹരി, മനുഷ്യാവകാശ പ്രവർത്തകൻ, വയനാട്ടിൽ നിന്ന് നമ്മോട് തത്സമയം ചേരുന്നു. ശ്രീ ഹരി, താങ്കൾ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തണ്ടർ ബോൾട്ടിൻ്റെ കോമ്പിംഗ് ഓപ്പറേഷൻ മുമ്പെല്ലാം നമ്മൾ കേട്ടിരുന്നു. STF, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ജോയിൻ്റ് ഓപ്പറേഷൻ വീരപ്പനെ പിടിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായി സാധാരണപ്പെട്ട പാവപ്പെട്ട ആദിവാസികളെ ചൂഷണം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും അവരുടെ മേൽ അവരെ ലൈംഗികമായി പോലും ചൂഷണം ചെയ്ത റിപ്പോർട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലൊരു ഇൻസ്റ്റൻസ്, ഒരു സംഭവം ഇന്ന് വയനാട്ടിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ തണ്ടർ ബോൾട്ടിലെ ഉദ്യോഗസ്ഥർ പാവപ്പെട്ട ആദിവാസികളെ കയ്യേറ്റം ചെയ്തെന്നായിരുന്നു ആ റിപ്പോർട്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ മൊത്തത്തിൽ നോക്കിക്കാണുന്നത്? ഇതൊരു നാടകമായിട്ട് മാത്രം നമുക്ക് കാണേണ്ട അവസ്ഥയിലാണോ നിൽക്കുന്നത്? ഈ ഏറ്റുമുട്ടലിനെ ഒരു നാടകമായി, ഏറ്റുമുട്ടൽ കഥ മൊത്തത്തിലൊരു നാടകമായി കാണാമെങ്കിലും അതിനുശേഷമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. ആദിവാസി കോളനികളിൽ കയറിയിറങ്ങുക, കോമ്പിങ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു കോമ്പിങ് തന്നെയാണ്. ആദിവാസികളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അകത്തേക്ക് കയറിയുള്ള കടുത്ത കോമ്പിങ്, മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞതുപോലെ കേരളത്തിൽ അതിനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നിലനിൽക്കുന്ന ആദിവാസി ദളിത് ദരിദ്രരോടുള്ള ഗവൺമെൻറ്റുകൾ തുടർന്നു വരുന്ന അവഗണനയും മറ്റു പ്രശ്നങ്ങളും നമുക്ക് കാണാം. വയനാട്ടിൽ പ്രത്യേകിച്ചും ആദിവാസി ഭൂമികളിലടക്കം നിരവധി ക്വാറികൾ നടന്നുകൊണ്ടിരിക്കുകയും ക്വാറികൾ നടത്താൻ ആവശ്യമായ പരിസ്ഥിതി നിയമങ്ങളടക്കമുള്ളവ ലംഘിക്കുകയും അതിനു വേണ്ടുന്ന ഇളവുകളും ഒത്താശയും ഗവൺമെൻറ്റുകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയും ഒരുപടി നിയമലംഘനങ്ങൾ കഴിഞ്ഞ 150 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഭൂമിക്ക് വേണ്ടിയും 10 വർഷം മുമ്പ് നൽകിയ വാക്ക് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമരം നടത്തുകയും ചെയ്യുന്ന ആദിവാസികളുടെ സമരത്തെ കാണാതിരിക്കുകയും, അതുമാത്രമല്ല കഴിഞ്ഞ 2012 മുതൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ
ശ്രീ വി ജി ഹരി, ഞാനൊരു ന്യായമായ ഒരു സംശയം ചോദിച്ചോട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട്ടിലെ ആദിവാസികൾ അവരെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം. ഭരണവർഗവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ഇവരെ ഉൾക്കൊള്ളാനുള്ളൊരു വിമുഖത, അതോടൊപ്പം തന്നെ വികസനം, എല്ലാ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഈ ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് അവരെ രക്ഷിക്കാൻ എന്ന ഭാവേന ഈ മാവോവാദികളും മാവോയിസ്റ്റുകളും കൂടി അവിടെ ചെന്ന് അവരുടെ ഓപ്പറേഷൻ അവിടെ നടത്തുമ്പോൾ അവർക്കെങ്കിലും ഒന്ന് മാറിക്കൊടുത്തുകൂടെ? അത്യാവശ്യം അങ്ങനെയെങ്കിലും ആദിവാസികളുടെ സംരക്ഷണം നിലനിർത്താൻ പറ്റും എന്നുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഈ മാവോയിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്നവർക്കെങ്കിലും ഒരു പങ്കില്ലേ? അങ്ങനെയല്ലല്ലോ നമ്മൾ ഇതിനെ കാണേണ്ടത്. ഈ പ്രശ്നം ഇത്തരത്തിൽ കേവലം 7 or 8 പേരുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന മാവോയിസ്റ്റ് സാന്നിധ്യമാണെങ്കിൽ പോലും ഈ പ്രശ്നത്തിന് നേർക്കുനേർ യുദ്ധം ചെയ്തുകൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഭരണകൂട താല്പര്യമല്ലേ പ്രശ്നം? തീർച്ചയായും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ ഭരണവർഗ താല്പര്യവും അതുപോലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾക്ക് ഉൾക്കൊള്ളാനുള്ള വിമുഖതയും, നമ്മളെപ്പോഴും പറയുന്ന ആദിവാസികളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ എവിടെയാണ് തടസ്സം വരുന്നത്? ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് സായുധ വിപ്ലവമൊന്നും ഇല്ലാതെ തന്നെ നാട്ടിലെ ജനങ്ങളെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായി എന്തുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നില്ല? എവിടെയാണ് ഇതിനൊരു തടസ്സം വരുന്നത്? ശ്രീ കുഞ്ഞിക്കണ്ണൻ. അല്ല, ഇതിൽ ഡോക്ടർ ഹരി വളരെ മുൻധാരണകൾ വെച്ച് സ്ഥിരം പറയുന്ന ചില ക്ലീഷകൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആദിവാസികളുടെ പ്രശ്നം ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭരണവർഗ പാർട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് വയനാട്ടിൽ തന്നെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ 2006 വനാവകാശ നിയമം അനുസരിച്ച് അവർക്ക് ഭൂമി ആകാനുള്ള സ്ഥലങ്ങളിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പട്ടയം കിട്ടാനുള്ള സമരം ഇന്നും തുടരുകയാണ്. അപ്പോൾ ആയിരങ്ങളായ ആദിവാസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള ശക്തമായ സമരം എല്ലാവിധ ഭരണകൂട കുത്തിത്തിരിപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് വയനാട് തുടരുന്നുണ്ട്. അപ്പോൾ ആ സമരങ്ങളൊക്കെ തന്നെ നിസ്സാര സമരങ്ങളല്ല. ആദിവാസി വിഭാഗങ്ങളുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള നിരവധി വികസന പദ്ധതികൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ആഗോളവൽക്കരണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളും എല്ലാം തന്നെ ആദിവാസി സമൂഹത്തെ കൂടുതൽ തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ആദിവാസികളുടെ നൈസർഗികമായ ആവാസ വ്യവസ്ഥ, വനവും പ്രകൃതിയൊക്കെയായി ബന്ധപ്പെട്ട അതിനെതിരായിട്ട് വരുന്ന ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലുള്ള കോറി, അനധികൃത ഖനനം, ഈ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് ആരാണ് മുന്നോട്ട് പോകുന്നത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ജനാധിപത്യ ശക്തികളാണ്. അതിൽ പോരായ്മകളുണ്ടാകാം, ദൗർബല്യങ്ങളുണ്ടാകാം. പക്ഷെ അതിന് പകരമായിട്ട് മാവോയിസത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. മാവോയിസ്റ്റുകൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനകീയമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിഹരിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനമോ അതിനാവശ്യമായിട്ടുള്ള ഒരു ബഹുജന ലൈനിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യയശാസ്ത്ര വ്യക്തതയോ ഇല്ലാത്ത അസ്പഷ്ട ധാരണകളിൽ കാൽപ്പനികമായ വിപ്ലവമോഹങ്ങളിൽ പെട്ടുപോയ ആളുകളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ കേൾക്കുമെങ്കിൽ, ഈ സംഘടിത ഇടതുപക്ഷ കക്ഷികളുടെ പ്രവർത്തനത്തെ പറ്റി പൊതുജനങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചൈനീസ് മോഡലിലുള്ള ഒരു ഗറില്ല വാർഫെയർ അത് ആ രീതിയിലുള്ള പ്രവർത്തന രീതിയും ഒക്കെ അവലംബിക്കാൻ ശ്രമിച്ചതാണോ ഈ മാവോയിസ്റ്റുകൾക്ക് പാളിപ്പോയതെന്ന് താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് മാവോയിസ്റ്റുകൾ അപ്രസക്തരാകുന്നത്? അല്ല, മാവോയിസ്റ്റുകൾ ഇന്ത്യയിലെ മാറി വന്ന സാമൂഹ്യ സാഹചര്യത്തൊന്നും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല. അവരിപ്പോഴും ചൈനയിൽ 1940 മുമ്പിൽ മാവോ പ്രാക്ടീസ് ചെയ്ത ജനകീയ യുദ്ധത്തിൻ്റെ ഒരു വിപ്ലവതന്ത്രം മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്. ഇന്ത്യയിലെ ഈ ഗ്രാമീണ ഗോത്ര മേഖലകളെ താവള പ്രദേശമാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ദീർഘകാല ജനകീയ യുദ്ധ പദ്ധതിയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ലോകത്തിൽ വന്നിരിക്കുന്ന മാറ്റം, നമ്മുടെ രാജ്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം, ഇൻഫർമേഷൻ ടെക്നോളജി അടക്കമുള്ള സാങ്കേതിക വിദ്യയുടെ രംഗത്തുണ്ടായ മാറ്റവുമായി ബന്ധപ്പെട്ട് ഭരണകൂടത്തിൻ്റെ ഘടനയിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റം, ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ ഒരു സാമൂഹ്യ വിപ്ലവം നടത്തുക എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മുന്നേറ്റങ്ങളല്ലാതെ മറ്റൊന്നും സാധ്യമല്ല.
ബഹുജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ഒറ്റപ്പെട്ട പാർട്ടിസാൻ സമരമോ ഗറില്ലാ സമരങ്ങൾ കൊണ്ടോ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ നടത്തുന്ന ആളുകൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അലഞ്ഞു തിരിയുന്ന ഒരു ഗറില്ലാ സംഘങ്ങളായിട്ട് നിൽക്കുന്നല്ലാതെ ഒരു പ്രശ്നങ്ങൾക്കും ബഹുജനങ്ങൾ അണിനിരത്തി പരിഹാരം കാണാൻ അവർ കഴിയും. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ VG ഹരി, താങ്കൾ അല്പം പ്രകോപിതനായിരിക്കുകയാണെന്ന് കരുതുന്നു. എങ്കിൽ പോലും താങ്കൾക്ക് പറയാനുള്ള, മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അവിടെ ഈ തണ്ടർബോൾട്ട് ഇന്നലെ ഇന്നുമായി വലിയ വാർത്തകൾ, വെടിവയ്പ്പിൻ്റെ ശബ്ദം കേൾക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ശ്രീ ഹരി, ഡോക്ടർ VG ഹരി, താങ്കളോടാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇന്നുമായി ഇവിടെ വയനാട്ടിൽ നടക്കുന്ന വയനാട്ടിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ, വെള്ളമുണ്ട ചാപ്പ കുഞ്ഞമ്പലത്തിൽ നിന്ന് വെടിശബ്ദം കേട്ടെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. തണ്ടർബോൾട്ടും പോലീസും തെരച്ചിൽ ശക്തമാക്കിയെന്ന് പറയുന്നു. വെള്ളമുണ്ടയിൽ ആക്രമണം നടത്തിയത് 8 പേരടങ്ങിയ സംഘമാണെന്നും സ്ഥലത്ത് നിന്ന് മാവോയിസ്റ്റുകളെ നിന്ന് സംശയിക്കുന്ന ഡ്രസ്സുകൾ, വസ്ത്രങ്ങൾ ലഭിച്ചതായും എല്ലാം പോലീസ് അറിയിച്ചിരിക്കുന്നു. അതിനിടയിൽ ഈ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ പോലീസ് ആദിവാസികളെ പീഡിപ്പിക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകാനുള്ള വിവരം. ശ്രീ VG ഹരി, അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോർജ് ജോസഫ്, ഈ കോമ്പിംഗ് ഓപ്പറേഷൻ താങ്കൾ പറഞ്ഞു, താങ്കൾ ഒരു പോലീസ് ഓഫീസറായിരുന്നു, പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്ന ആളായിരുന്നു, വിജിലൻസിൻ്റെ തലവനായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ഒരു ചെറിയ വയനാട്ടിലെ ഒരു കാട്ടുപ്രദേശത്ത് 8 പേരടങ്ങിയ ഒരു സംഘത്തെ കണ്ടെത്താൻ, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ നാട്ടുകാർക്കും സാധിക്കുന്നില്ല, ആർക്കും സാധിക്കുന്നില്ല. പോലീസ് വൻ തുക ചെലവാക്കി. തണ്ടർബോൾട്ട് പോലുള്ള സിസ്റ്റം, ആ സംവിധാനത്തിന് ഒരുപാട് പൈസ, കേന്ദ്ര വിഹിതം വരെ ലഭിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ മറ്റു പല വാർത്തകളിൽ നിന്നും മറ്റു പല സംഭവങ്ങളിൽ നിന്നും നമ്മുടെ ജനശ്രദ്ധ മാറ്റാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം പ്രബലപ്പെട്ടിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇല്ല, ഞാൻ ഈ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനം തീർച്ചയായിട്ടും ശക്തമായി മുന്നോട്ട് വരുന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ ആന്ധ്രയിലുള്ള പീപ്പിൾസ് വാർ ഗ്രൂപ്പും പോരാട്ടം പോലെയുള്ള വയനാട്ടിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളും ഇവരെല്ലാവരും 2003-2000 കാലഘട്ടത്തിൽ വയനാട്ടിലെ ശക്തമായ ചില നീക്കങ്ങളൊക്കെ നടത്തിയെന്നുള്ള അന്ന് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിലേക്ക്. അവരിൽ അന്ന് അകത്തത്തറ പോലീസ് സ്റ്റേഷനിലെ വനത്തിൽ നിന്ന് 4 പേരെ പിടിച്ചിരുന്നു. ആ 4 പേര്, ഒരാൾ ഒരു മുരളീധരൻ എറണാകുളത്തുള്ള ആൾ, ഈരാറ്റുപേട്ടയുള്ള ആൾ ഒരു സാലി, കേണിച്ചിറ നമ്മുടെ മുണ്ടൂർ രാവുണ്ണി, പിന്നെ പഴയ നക്സൽ കേസിലെ പ്രതി, അതുപോലെ കേണിച്ചിറ ഗോപാലൻ, ഇവരെയൊക്കെ പിടിച്ചിട്ട് ആളെ തിരിച്ചറിയാതെ അവിടുത്തെ പോലീസ് അന്ന് 2004 ഇവരെ വിട്ടുകളഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രവർത്തനം നമുക്ക് ഇൻ്റലിജൻസിൻ്റെ വിവരം അനുസരിച്ച് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ആന്ധ്രാക്കാരിലെ ആൾക്കാർ 1-2 അവരോട് വന്നിരുന്നു. ഇവരുമായിട്ട് ബോംബെയിൽ പോയി ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്തിയെന്നൊക്കെ അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തന മേഖലകളിൽ ഒരു കണ്ണി എറണാകുളത്ത് ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. ഇതൊക്കെ അന്ന് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് വയനാട് മേഖലയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ വെള്ളമുണ്ട് എന്ന് പറയും, കോഴിക്കോട് റൂറലിൽ തന്നെ ആദിവാസി ഊരുകൾ തന്നെ 130ഓളം ഉണ്ട്. 1500 കുടുംബങ്ങൾ അവിടെ മാത്രമുണ്ട്. നമുക്ക് ഈ വളരെ നിബിഡമായ വനപ്രദേശമാണ്. കോഴിക്കോട് നിന്ന് അങ്ങ് അടിവാരം കഴിഞ്ഞ് പുല്ലിപ്പള്ളി, സുൽത്താൻ ബത്തേരി, വെള്ളമുണ്ട, ആ വഴി ഗുണ്ടൽപേട്ട്, ആ വഴി അങ്ങ് മൈസൂരിലോട്ട് പോകും. അതുപോലെ കുറ്റിയാടിയിൽ നിന്ന് നേരെ മാനന്തവാടിക്ക് വരാം, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് മാനന്തവാടിക്ക് വരാം. മാനന്തവാടിക്ക് വന്നിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാം, ഉടൻ തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ ശ്രീ OK ജോണി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോണി, എന്താണ് വയനാട്ടിൽ നടക്കുന്നത്? ഈ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളെ പിടിക്കാനായി പോലീസ് വെടിവയ്പ്, യഥാർത്ഥത്തിൽ ഈ ആദിവാസികൾക്കിടയിലാണോ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കേണ്ടത്? എന്താണ് അതിൻ്റെ, താങ്കളാണെങ്കിൽ വയനാട് രേഖകൾ എന്ന രീതിയിൽ വയനാട്ടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയാണ്. താങ്കൾക്ക് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ശ്രീ OK ജോണി.
പ്രദീപ്, വളരെ ദുരൂഹമായ ഒരു 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 സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങളായി വയനാട്ടിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയും അതിനായി പ്രത്യേക സേനയെ വിന്യസിക്കുകയും ചെയ്തിട്ട് എത്രയോ മാസങ്ങളായി. പക്ഷേ കണിശമായ ഒരു തെളിവ് നൽകാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്ന് പറയുന്ന ഈ ആക്രമണം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായി എന്ന് പറയുന്ന ആദിവാസി കോളനി എന്ന് പറയുന്ന ആദിവാസികളെ ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യുന്നതിൽ വലിയ അപാകതയുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റുകളെ കണ്ടതായി സംസ്ഥാന പോലീസ് അവകാശപ്പെടുന്ന കോളനി ആദിവാസികളായ കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുള്ള ഒരു സ്ഥലമാണ്. 90കൾ തൊട്ട് വയനാട്ടിൽ ഒരു പത്ര റിപ്പോർട്ടറായി ജോലി ചെയ്യാൻ തുടങ്ങിയ എനിക്കറിയാം, വയനാട്ടിലെ എല്ലാ കുറിച്യ കോളനികളിലും വാസ്തവത്തിൽ സംഘപരിവാര സംഘടനകളുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കോ നിങ്ങൾക്കോ പ്രദീപിനോ പോലും അനായാസം കടന്നു ചെല്ലാൻ അവിടെ പ്രയാസമാണ്. ഇത്തരം ആളുകളുടെ ഇടപെടലുകളിലൂടെ മാത്രമേ, അവരുടെ മോണിറ്ററിങ്ങിലൂടെ മാത്രമേ ഒരു അന്യന് അവിടെ പ്രവേശിക്കാൻ ഇപ്പോൾ പോലും കഴിയുകയുള്ളൂ. ആ അവസ്ഥയിൽ മാവോയിസ്റ്റുകൾ മാസങ്ങൾക്ക് മുമ്പേ അവിടെ വന്നിരുന്നുവെന്നും അരി ചോദിച്ചുവെന്നും ഒക്കെയുള്ള കെട്ടുകഥകൾ പോലീസ് പറയുന്നത് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ട്. അത് തന്നെയുമല്ല, ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ ആരോ പറഞ്ഞതുപോലെ, നിങ്ങൾ പ്രദീപ് തന്നെ പറഞ്ഞതുപോലെ, ഓരോരോ ഘട്ടത്തിലും മാവോയിസ്റ്റുകൾ എന്ന ഒരു ഭീഷണി ഉയർത്തി സംസ്ഥാന സർക്കാരിന്റെ ഈ കാതലായിട്ടുള്ള ജനവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ശ്രമമാണോ രമേശ് ചെന്നിത്തല നടത്തുന്നത് എന്ന് ഞാൻ ബലമായി വയനാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ സംശയിക്കുന്നു. കാരണം മനുഷ്യർ പരസ്പരാനുവാദത്തോടുകൂടി അവരുടെ സൗഭ്രാത്രം, സ്നേഹം പ്രകടിപ്പിക്കുവാൻ നടത്തുന്ന വളരെ മനോഹരമായ മാനുഷികമായിട്ടുള്ള ചില പ്രതിഷേധ ചേഷ്ടകളെ പോലും, ചുംബന സമരം പോലുള്ള പ്രതിഷേധ ചേഷ്ടകളെ പോലും അവരെ ക്രിമിനലുകളെ എന്ന പോലെ വേട്ടയാടാനും അതിന്റെ ഒരു ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് കമ്മീഷണർ പോലും അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെതിരെ സംസാരിക്കാനും തയ്യാറാവുന്ന ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക സേന ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ 8 സംഘത്തെ പിടിക്കാൻ കഴിയുന്നില്ല? ശ്രീ ജോണി ഒന്ന് ചോദിച്ചോട്ടെ, മാവോയിസ്റ്റ് ഫോബിയ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിലെ രാഷ്ട്രീയം എന്താണ്? എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ആദിവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു തട്ടിപ്പായി ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അസംതൃപ്തിയെ, ആ ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെ, അവർക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ കൊള്ളയടിക്കുന്നതിനൊക്കെ എതിരായിട്ടുള്ള പല പ്രതിഷേധവും അതിന്റെ വികാരങ്ങളും ഉണ്ട്. അത് മുതലെടുക്കാൻ വേണ്ടി തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുമെന്നത് സ്വാഭാവികമാണ്. ഞാൻ തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ OK ജോണി, ഡോക്ടർ VG ഹരിക്കും അതുപോലെ തന്നെ ശ്രീ KT കുഞ്ഞിക്കണ്ണനും ഈ ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് പെട്ടെന്ന് ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ OK ജോണി ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജോണി, അന്വേഷണാത്മക പത്രപ്രവർത്തനം വളരെയധികം കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ സ്വയം വിമർശനത്തോടു കൂടി തന്നെ പറയുകയാണ്, ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ എവിടെയൊക്കെ പോയി, വാർ ഫ്രണ്ട് എന്ന് പറയും, യുദ്ധമുഖത്ത് വരെ പോയി തീവ്രവാദികളെയും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റു മറുഭാഗത്തുള്ളവരെയും പോയി കണ്ട് അഭിമുഖമെടുക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമുള്ള നമ്മുടെ നാട്ടിൽ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകന് പോലും ഒരു മാവോയിസ്റ്റിനെ കണ്ടുമുട്ടാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഉദാഹരണത്തിന് 70കളുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള നക്സലൈറ്റ് ആക്രമണം വയനാട്ടിൽ, തിരുനെല്ലി, തൃശ്ശൂരി, പുൽപ്പള്ളി തുടങ്ങിയിട്ടുള്ള 60കളുടെ ഒടുവിലും 70കളുടെ തുടക്കത്തിലുമായിട്ടുള്ള നക്സലൈറ്റ് ആക്രമണത്തെ സംബന്ധിച്ച് അന്ന് മീഡിയ ഇത്ര ഓപ്പൺ ചെയ്തിരുന്നില്ല. അന്ന് പോലീസായിരുന്നു, പോലീസിന്റെ റിലീസുകളായിരുന്നു, പ്രസ് റിലീസുകളായിരുന്നു വാർത്തകളായി പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് വർഗീസിന്റെ കൊലപാതകം, വർഗീസ് ഒരു ഭീകരനാണെന്നും വർഗീസ് ഒരു ടെററിസ്റ്റ് ആണെന്നും അദ്ദേഹത്തിന്റെ പോളിറ്റിക്സിനെ മറച്ചു വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി കേരളത്തിലെ അപൂർവം മാധ്യമങ്ങൾ, അന്ന് ഇത്ര മാധ്യമങ്ങൾ ഇല്ല, അന്നത്തെ അച്ചടി മാധ്യമങ്ങൾ തീർച്ചയായും കണിശ
കണിശമായ വലതുപക്ഷ ചായ്വുള്ള പത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു ഭീകര കഥ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മാധ്യമങ്ങളുടെ ഒരു മാധ്യമങ്ങൾ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു ഒരു പരിധി വരെ. തീർച്ചയായിട്ടും അത് കോർപ്പറേറ്റ് മീഡിയ ആണെങ്കിൽ പോലും അതിന് സത്യം പറയാതെയും ജനപക്ഷത്ത് നിൽക്കാതെയും വയ്യ എന്നായ ഒരു ഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ട് എവിടെ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ അവർക്ക് ഈ പത്രപ്രവർത്തകർ ഇരിക്കുന്ന കൽപ്പറ്റയിൽ നിന്ന് വെറും 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലമാണ്. ഇവർ പറയുമ്പോഴുള്ള കൊടുങ്കാടൊന്നുമല്ല. നമ്മുടെ ഈ കാടിലെ മഹാഭൂരിപക്ഷവും തേക്കിൻ തോട്ടവും യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളുമാണ്. ഇതൊരു നിബിഡ വനം പോലുമല്ല വയനാട്ടിൽ ഉള്ളത് എന്ന് വയനാടിന് പുറത്തുള്ള മാധ്യമപ്രവർത്തകർ പോലും മനസ്സിലാക്കുന്നില്ല. ഒരു കെട്ടുകഥ പറയും പോലെ ഏതോ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു വലിയ കൊടുങ്കാട്ടിൽ ആരെയോ തെരഞ്ഞു നടക്കുന്നു എന്ന മട്ടിലുള്ള വലിയ സാഹസിക കഥകൾ ഓരോ ദിവസവും പോലീസ് മന്ത്രിയും പ്രചരിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു മിത്ത് മേക്കിംഗ് ആണ് നടക്കുന്നത്. ശ്രീ ഓക്കെ ജോണി, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, താങ്കളോട് നേരത്തെ ചോദിച്ചതാണ്, ഈ മധ്യവർഗ ബുദ്ധിജീവികളുടെയും അരാജകവാദികളുടെയും കൂട്ടായ്മ മാത്രമായിരുന്നു കേരളത്തിലെ 70കളിലെ നക്സൽ പ്രസ്ഥാനം എന്ന താങ്കളുടെ ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 70കളിലെ ഇന്ത്യയിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ഒരു വിപ്ലവ ലൈനാണ് ആവിഷ്കരിച്ചത്. അത് 70കളുടെ നക്സൽബാരി കലാപത്തെ തുടർന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ച ആ പ്രസ്ഥാനം വളരെ വേഗം തന്നെ തിരിച്ചടി നേരിട്ട് പ്രവർത്തനം സാധ്യമല്ലാത്ത അവസ്ഥ വരികയാണ് ചെയ്തത്. സാധ്യമല്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ചൈനീസ് പാത, ഞങ്ങളുടെ പാത പോലുള്ള വളരെ യാന്ത്രികമായ ഒരു വിപ്ലവ പ്രയോഗിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളുടെ ദേശീയ സെക്രട്ടറി സഖാവ് ഗണപതിയാണ്, ആന്ധ്രക്കാരനായിട്ടുള്ള മൂപ്പര ലക്ഷ്മണ റാവുവാണ്. അദ്ദേഹം BBC ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു അഭിമുഖത്തിൽ ഇന്ത്യൻ വിപ്ലവത്തെ അദ്ദേഹം കാണുന്നത് സോവിയറ്റ് യൂണിയനും ചൈനയുടെയൊന്നും സഹായം കിട്ടാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹം ആഗോള ഇസ്ലാമിസത്തിൻ്റെ ഇസ്ലാമിസത്തിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ വിമോചന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഒരു മാർക്സിസ്റ്റ് എന്നവകാശപ്പെടുന്ന അദ്ദേഹം വ്യാമോഹിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുക എന്താണ്? പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം, ഒരു ഐഡിയോളജി, അതാണ് മാവോയിസം. ഇന്ന് സാർവദേശീയ രംഗത്ത് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടു, ഈ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റെവല്യൂഷണറി RSP എന്ന് പറയുന്ന US എന്ന് പറയുന്ന ബോബ് അവാക്കിൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവി നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പാണ്. അമേരിക്കയിൽ ഒരു തൊഴിലാളി സമരം പോലും നടത്താത്ത ആളാണ് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ്. അയാളുടെ നേതൃത്വത്തിലുള്ള റെവല്യൂഷണറി ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ ഈ മാവോയിസ്റ്റ് പാർട്ടി അതുപോലുള്ള ലോകത്തിലെ ഒരുപാട് ഗ്രൂപ്പുകൾ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ RIM എന്ന് പറയുന്ന സാർവദേശീയ വേദി അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച സൈദ്ധാന്തിക നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ശ്രീ കുഞ്ഞിക്കണ്ണൻ, മൗലികമായ ഒരു പ്രശ്നം താങ്കൾക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ ഇപ്പോഴും കേരളത്തിലെ അല്ലെങ്കിൽ ആദിവാസികൾക്കിടയിൽ, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിച്ചവർക്കിടയിൽ അവർക്ക് എങ്ങനെയാണ് സ്പേസ് ലഭിക്കുന്നത്? ആകെ ഒരു വർഗീസ് മാത്രമാണ് നമ്മുടെ അറിവിൽ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ നിന്നുകൊണ്ട് നക്സൽ പ്രവർത്തനം നടത്തിയതായിട്ട് വായിച്ചറിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അതിലൊരു തിരുത്തനിക്കുണ്ട്. സഖാവ് വർഗീസ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPMൻ്റെയും ഭാഗമായിട്ട് ആദിവാസികൾക്കിടയിലും കൃഷിക്കാർക്കിടയിലും പ്രവർത്തിച്ച ആളാണ്. 60കളുടെ അവസാനം പുൽപ്പള്ളി ദേവസ്വവുമായി ബന്ധപ്പെട്ട കുടിയിറക്ക് പ്രശ്നമാണ് വർഗീസിന് കിസാൻ സഭയിലൂടെ അവിടുത്തെ ബഹുജനങ്ങളെ ഇളക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ സാഹചര്യം പെട്ടെന്ന് അട്ടിമറിക്കപ്പെടുകയാണ്. നക്സൽബാരിയുടെ ആഹ്വാനം കേട്ട് CPML ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് ആയുധങ്ങൾ ശേഖരിച്ച് ഒരു ജനകീയ യുദ്ധ പാതയിലേക്ക് അണിനിരക്കാനുള്ള ആഹ്വാനത്തോടുകൂടി വളരെ സാഹസികമായ അത്തരം ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കുക വഴി വർഗീസിനെ പോലെ വലിയൊരു ജനകീയ നേതാവ്, ഒരു വിപ്ലവകാരി ഈ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. വിക്ടിം ഓഫ് ഐസൊലേറ്റഡ് ലെഫ്റ്റ് അഡ്വഞ്ചറിസം എന്ന് താങ്കൾ അതിനെ വിശേഷിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്, ശരിയാണോ? എന്താണ് വിക്ടിം ഓഫ് ഐസൊലേറ്റഡ് ലെഫ്റ്റ് അഡ്വഞ്ചറിസം? അതാണോ വർഗീസ്? ശബ്ദം സാരമില്ല, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ VG ഹരി,
താങ്കളോട് ചോദിക്കാനുള്ളത്, നേരത്തെ താങ്കളുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാലാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നത് എന്താണ്? മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ പോലീസും തണ്ടർബോൾട്ടും ശക്തമാക്കിയെന്ന് പറയുന്നു. അതോടൊപ്പം വെടിവയ്പ്, എൻകൗണ്ടർ, ശരിക്കും പരസ്പരം വെടിവെച്ചെന്ന് പറയുന്നു. പാവപ്പെട്ട ആദിവാസികളുടെ മേൽ കയ്യേറ്റം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് താങ്കൾക്ക് കൃത്യമായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പ്രദീപ്, ഇതൊരു തരത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ്. കാരണം വയനാട്ടിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ച് ഒരു എൻകൗണ്ടറിലൂടെ സാന്നിധ്യം അറിയിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. കാരണം പോലീസും ഒപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരും മാവോയിസ്റ്റ് സംഘടനകളെന്ന് അവകാശപ്പെടുന്നവരും പത്രക്കുറിപ്പുകളിലൂടെയും അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആക്ഷനുകളിലൂടെയും ഒക്കെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ രണ്ട് തരത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഒരു തരത്തിൽ പൊതുസമൂഹവും സ്റ്റേറ്റും ഇവരുടെ സാന്നിധ്യത്തെ ന്യൂനീകരിച്ച് കാണുകയും ഇവിടെ അത്തരത്തിലൊരു സാധനം വേര് പിടിക്കില്ല എന്ന് പറയുകയും, ഒപ്പം തന്നെ അതേസമയം തന്നെ പൊതുപ്രവർത്തകരെ പോലും കൃത്യമായും നിരന്തരമായും നിരീക്ഷണത്തിൽ വയ്ക്കുകയും പൊതുപ്രവർത്തകരെ അടക്കം ലുക്കൌട്ട് നോട്ടീസിൽ ഉൾപ്പെടുത്തുകയും, ശ്യാം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ, ജൈവ കർഷകൻ, ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള മനുഷ്യനെ ഒരു ദിവസം മുഴുവൻ വെള്ളമുണ്ട സ്റ്റേഷനിൽ ടൗണിൽ നിന്ന് തണ്ടർബോൾട്ട് വളഞ്ഞു പിടിച്ച് കൊണ്ടുപോവുകയും അതിനുശേഷം പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിലുള്ള ഇതുണ്ടാവുകയും. ശ്രീഹരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തീവ്ര വിപ്ലവത്തിന്റെ പ്രായോഗികത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ എത്രമാത്രമുണ്ട്? ഡോക്ടർ ഹരി. അത് തീവ്ര വിപ്ലവത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുകയും പഠിക്കുകയും ചെയ്ത ആൾക്കാരാണ് പറയേണ്ടത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും അവഗണിക്കപ്പെട്ടവരും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഏറ്റെടുക്കാത്ത മേഖലയിലാണ് ഇത്തരം വിഷയങ്ങൾ, ഇത്തരം ചെറു ഗ്രൂപ്പുകൾ ശക്തമായി കൊണ്ടിരിക്കുന്നത്. വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ഈ അസമത്വത്തെ പരിഹരിക്കുന്ന തരത്തിലേക്ക് ജനാധിപത്യ സമൂഹവും ഭരണകൂടവും വന്നിട്ടില്ല എങ്കിൽ, മാവോയിസ്റ്റ് അല്ലെങ്കിൽ നാളെ മറ്റൊരു ആശയ സംഹിത ഉയർത്തുന്ന അസമത്വത്തിനെതിരെ പോരാടുന്ന 8 പേരെങ്കിൽ 8 പേര് വീതമുള്ള ചെറു ഗ്രൂപ്പുകൾ ഉണ്ടായി വരികയും അത് പൊതുസമൂഹത്തിൽ കുറേശ്ശെ അംഗീകാരം നേടിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കറിയാം, വെള്ളമുണ്ട പോലെയുള്ളൊരു സ്ഥലത്ത് ആ കോളനിയിലെയോ അല്ലെങ്കിൽ വളരെ സാധാരണക്കാരായ ജനങ്ങളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മൗനമായ പിന്തുണയെങ്കിലും ഇല്ലാതെ ഇത്തരത്തിൽ ആൾക്കാർക്ക് വന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തണ്ടർബോൾട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു സാധാരണക്കാരന്റെ പിന്തുണ പോലും നേടിയെടുക്കാൻ കഴിയാതെ വരുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസത്തിന്റെ ഭാഗമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു ഭാഗം അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും, മറുവശത്ത് നിങ്ങളുടെ ഭരണകൂടവും മുഴുവൻ നിങ്ങളോടൊപ്പമാണെന്നും നിങ്ങളുടെ ഭൂമി അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ ഭാഗമായ തണ്ടർബോൾട്ട് ഈ വളരെ സാധാരണക്കാരായ ആദിവാസികളെ ഡോക്ടർ വി ജി ഹരി, ഇപ്പോൾ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ തണ്ടർബോൾട്ട് 2013 ഫെബ്രുവരി 18 അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് തണ്ടർബോൾട്ട് രൂപീകരിച്ചതായി നിയമസഭയിൽ പറഞ്ഞത്. അത് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി വനമേഖലയിലാണ്, താങ്കൾക്കറിയാമെങ്കിൽ അതിൻ്റെ ആദ്യ ഓപ്പറേഷൻ നടന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, രഹസ്യ സ്വഭാവം നിലനിർത്തുക എന്നത്. അത് നിലനിർത്താൻ തുടങ്ങിയിട്ട് 1 വർഷത്തിലേറെയായി. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ 15 ആദിവാസി കോളനികളിലാണ് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉള്ളതെന്നാണ് തണ്ടർബോൾട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഒരു കാര്യം താങ്കളോട് ചോദിക്കാനുള്ളത്, പുട്ട വിമലാദിത്യ എന്ന ഒരു ഓഫീസർ, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു സംസ്ഥാനത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ ചുമതല.
അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഈ ഭരണവർഗം എത്രമാത്രം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നു, അവരുടെ ഇടപെടൽ കൊണ്ട് ഈ രഹസ്യ സ്വഭാവം എന്നുള്ള വാചകത്തിലൂടെ പൊതുസമൂഹത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കാനും കഴിയുന്നു. താങ്കൾ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ രഹസ്യ സ്വഭാവങ്ങളുള്ള പല കാര്യങ്ങളും പോലീസ് മറച്ചു വെക്കേണ്ടി വരും. പക്ഷേ അത് കാലാകാലങ്ങളിൽ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ തീർച്ചയായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അത് വെളിപ്പെടുത്തണം, അതിന് പോലീസ് തയ്യാറാകണം. അപ്പോൾ കാലാകാലങ്ങളിൽ ഇത് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത് പറഞ്ഞാൽ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ 4-5 ജില്ലകളിൽ ഇപ്പോൾ നടക്കുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഓരോരോ വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന അറിയിക്കണം. എങ്കിൽ മാത്രമേ പോലീസിന് ഇൻ്റലിജൻസിൽ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്തോടെ എല്ലാവരും എടുത്ത് എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ ഈ കോഴിക്കോട് റൂറലിലും ഈ ആദിവാസി മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ആദിവാസികളെ ആയിരക്കണക്കിന് കോളനിയിൽ താമസിക്കുന്നവർ 1960 ഇപ്പോൾ ഏകദേശം സ്വാതന്ത്ര്യം പ്രാപിച്ച 67 വർഷത്തിന് മുമ്പുള്ള അവസ്ഥയെ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. ഈ ഫണ്ട് എങ്ങോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ഓരോ ഊരുകളിലും ഓരോ സ്ഥലത്തും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ ചാനലിൽ കണ്ടു, ആദിവാസി മേഖലയിലെ പലരും പോയി, ചാനലുകാരെല്ലാം പോയി റിപ്പോർട്ട് ചെയ്യപ്പോൾ ഇന്ന് പ്ലാസ്റ്റിക് കെട്ടിയ അതിൻ്റെ മുകളവശം ഓടുമേയാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടാണ് മുകൾ കവർ ചെയ്തിരിക്കുന്നത്. വെള്ളമില്ല, കറണ്ടില്ല, ഇന്നും ആ അവസ്ഥ തന്നെ. ഇത് എന്നും മാറുമെന്ന് എനിക്ക് മനസ്സിലാകും. ഈ നക്സലുകാർ തീർച്ചയായിട്ടും ചെറിയ യൂണിറ്റ് ആണെങ്കിലും ശരി, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖലകൾ ആദിവാസി ഊരുകൾ തന്നെയാണ്. ആ കാര്യം മനസ്സിലാക്കണം. 1970 കാലഘട്ടത്തിലുള്ള നക്സൽ പ്രസ്ഥാനങ്ങളിലൊക്കെ അന്ന് ഇതുപോലെ ശാന്തമായ ഒരു അവസരത്തിലാണ് കേണിച്ചിറ മത്തായി വധവും പിന്നെ കൊങ്ങാട് നാരായണൻകുട്ടി കൊലക്കേസുകൾ, ഇതെല്ലാം പല സംഭവങ്ങൾ അന്നുണ്ടായി. അന്ന് പൊതുജനങ്ങൾ മുഴുവൻ ഞെട്ടി. പക്ഷേ ഇപ്പോൾ ഈ ശാന്തത തീർച്ചയായിട്ടും കേരളത്തിലെ ഈ 4-5 ജില്ലകളിൽ ശക്തമായ നക്സലേറ്റ് മൂവ് ഉണ്ട്. അത് മനസ്സിലാക്കണം. ആദിവാസി മേഖലയിൽ മാത്രമേ ഇനി കേരളത്തിൽ നക്സലേറ്റ് മൂവ്മെൻറ്റ് വേരുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം APL കാർഡ് ഉള്ളവരുടെ വരെ ഒരു വീട് നോക്കിക്കോളൂ, ഒരുവിധം ഷീറ്റിട്ടതോ ഓടിട്ടതോ ആണ് കേരളത്തിൽ. പക്ഷേ ഇന്നും ഈ ഊരുകളിൽ താമസിക്കുന്ന ആദിവാസി മേഖലയിലെ ആൾക്കാരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതുകൊണ്ട് ജോസഫ് ഒന്നിടപെട്ടോട്ടെ. താങ്കൾക്കറിയാം, തമിഴ്നാട്ടിൽ അതുപോലെ തമിഴ്നാട് കർണാടക വനമേഖലയിൽ വീരപ്പൻ എന്നുള്ള ഒരു വീരപ്പൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊള്ളയടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അന്നാട്ടുകാർ, ആ പ്രദേശത്തെ ആളുകൾ സത്യമംഗലം കാടുകളിലും താളവാടിയിലുമെല്ലാം അവിടെ വീരപ്പൻ്റെ വിഹാര കേന്ദ്രങ്ങളിലെല്ലാം ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം വീരപ്പനിലായിരുന്നു. വീരപ്പൻ അവരുമായി സഹകരിച്ചാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. അവരുടെ പിന്തുണ നേടാനായിട്ടാണ് ഇപ്പോൾ ആദിവാസി മേഖലയിൽ നക്സലുകൾ അല്ലെങ്കിൽ മാവോവാദികൾ പ്രവർത്തിക്കുന്നതെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അവരുമായി ബന്ധമുണ്ടാവേണ്ടതല്ലേ? അത് എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ. കാരണം ആദിവാസി മേഖലയിൽ നിന്നും പോലീസിന് ഇന്ന് വരെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 8-10 മാസമായി പലരെയും കണ്ടു പറയുന്നല്ലാതെ നമുക്ക് യാതൊരു വിവരവും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. തണ്ടർബോൾട്ട് അങ്ങനെയുള്ള മേഖലയിൽ പോയി ആദിവാസികളെ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് ഇൻ്റലിജൻസുകാർ തന്നെയാണ് ആ വിവരങ്ങൾ ചോർത്തിയെടുക്കേണ്ടത്. അത് തണ്ടർബോൾട്ടിൻ്റെ ജോലിയല്ല. തണ്ടർബോൾട്ടിനെ കൺട്രോൾ ചെയ്യണം. ആദിവാസി മേഖലയിൽ അവരുടെ നമുക്ക് പ്രീതിയാണ് സമ്പാദിച്ചെടുക്കേണ്ടത്. അതുങ്ങളെ ഭീഷണിപ്പെടുത്തരുത്. അല്ലാത്ത രീതിയിലുള്ള കോമ്പിങ് നടത്തണം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ആദിവാസി മേഖലകളിലൊക്കെ അവർക്ക് ഇന്ന് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, ഇന്ന് വരെ കുടിവെള്ളം പോലും ഇല്ല, അതുങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉള്ള ഒരു വീടില്ല. ഇതൊക്കെ വളരെ ശോചനീയ അവസ്ഥയാണ്. വളരെ പ്രസക്തമായ ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യം കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ VG ഹരി, അവസാനമായി താങ്കളോട് സിവിക് ചന്ദ്രൻ മുൻ നക്സലൈറ്റ്, അതുപോലെ തന്നെ മുൻ നക്സലൈറ്റ് KT കുഞ്ഞിക്കണ്ണൻ, ഒരുപാട് പേർ ഈ തീവ്ര വിപ്ലവത്തിൽ നിന്ന് മാറി, ഫിലിപ്പം പ്രസാദ്, ഒരുപാട് പേരുകളുണ്ട്. ശ്രീ സിവിക് ചന്ദ്രൻ പറഞ്ഞു മാവോയിസ്റ്റുകൾക്ക് കേരളത്തിൽ ഇനി സ്പേസ് ഇല്ല. എന്തിനാണ് ജാനുവിനെ പോലുള്ള ആദിവാസികൾ ഇവിടെ പ്രസവിച്ച് വീഴുമ്പോൾ എന്തിനാണ് നൂലിലിറങ്ങുന്ന മാവോയിസ്റ്റുകൾ എന്നാണ് സിവിക് ചന്ദ്രൻ ചോദിച്ചത്. എന്താണ് വയനാട്ടിലെ പ്രത്യേകിച്ച് ഈ ആദിവാസി മേഖലകളിൽ ഇത്തരമൊരു സംഘടനാ പ്രവർത്തനത്തിനുള്ള വളക്കൂറ് എത്രമാത്രമുണ്ട്? നിലനിൽക്കുന്ന അസമത്വം തന്നെയാണ് ഈ തരത്തിലുള്ള ഏത് സംഘടനകളുടെയും വളരാനുള്ള വെള്ളവും വെളിച്ചവും ഇത്തരത്തിൽ നിലനിൽക്കുന്ന അസമത്വമാണ്.
ചിലരത് സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചില പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാനായി ഉപയോഗിക്കുകയും ചിലർ യാഥാർത്ഥ്യപൂർവം ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നും അർഹമായ പ്രാധാന്യം അതിന് നൽകണമെന്നും ഭരണകൂടത്തിന് മുൻപിൽ കൊണ്ടുവരാനും വിവിധ തരങ്ങളിലുള്ള പ്രവർത്തനങ്ങളും സമരരൂപങ്ങളും പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ തന്നെ മാവോയിസം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ മാവോ പറഞ്ഞ രീതിയിൽ ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന അവസ്ഥയിലാണ് ഇത്തരം സംഘടനകൾ വളർന്നു വരുന്നത്. തീർച്ചയായും ഡോക്ടർ വിജി ഹരി, താങ്കൾ വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത്. ഞങ്ങൾ വളരെയധികം ഈ വിഷയം ഒരു മനുഷ്യാവകാശ പ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ അത് ഏറ്റെടുത്തതിലുള്ള അഭിനന്ദനം കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ വിജി ഹരി, മനുഷ്യാവകാശ പ്രവർത്തകൻ കൽപ്പറ്റ, ശ്രീ OK ജോണി, മാധ്യമപ്രവർത്തകൻ വയനാട്ടിൽ നിന്ന്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPI നേതാവ്, മുൻ നക്സലൈറ്റ് കോഴിക്കോട് നിന്ന്, അതോടൊപ്പം ശ്രീ ജോർജ് ജോസഫ്, റിട്ടയേർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് തിരുവനന്തപുരത്ത്. വളരെയധികം